ഹലോ, നമ്മൾ കൂലി മൂവി കാണാൻ പോയി. എപ്പോഴത്തെയും പോലെ രജനി മൂവീസിനൊക്കെ ഒരുപാട് തിരക്കാവും. ആൻഡ് ഇപ്രാവശ്യവും നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ ഉച്ചയ്ക്ക് 1 മണിക്കുള്ള ഷോനാണ് പോയത്. ആൻഡ് മൂവീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് കണ്ടിട്ടാണ് ഞങ്ങൾ പോയത്. എങ്കിലും നമുക്ക് അങ്ങനെ ഒരുപാട് മോശം എന്ന് പറയാനുള്ള ഒന്നുമില്ല കേട്ടോ. അതിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് മൂവി. ആൻഡ് ഒരുപാട് ഹൈപ്പും ഇല്ല, ഒരുപാട് ഡൗണും അല്ല. ആൻഡ് അവിടെ സൗബിൻ്റെ അടിപൊളിയായിട്ടുള്ള കുറേ ഇതുണ്ട് കേട്ടോ. ആക്ടിങ്ങിലായാലും ആ സീൻസായാലും അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് നമ്മൾ ഒരിക്കലും വിചാരിക്കാതെ ശ്രുതി ഹാസൻ്റെ ഒക്കെ ഒരുപാട് സീനുകൾ അതിൽ ചേർത്തിട്ടുണ്ട്. ഒരുപാട് അവർക്ക് റോള് കൊടുത്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നി. ശ്രുതി ഹാസൻ, അതേപോലെ സൗബിൻ, അവർക്കൊക്കെ. ആൻഡ് ആസ് യൂഷ്വൽ രജനി സാറിനെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല, സൂപ്പറായിട്ട് ആൾ ആക്ട് ചെയ്യും മൂവിയിൽ. പിന്നെ ഈ ലാസ്റ്റ് ഒരു പാർട്ടിൽ നമ്മുടെ അമീർ ഖാൻ വരുന്നൊരു സീനുണ്ട്. അത് മാത്രം കുഴപ്പമില്ല, ആ സീനും എൻട്രിയും ഒക്കെ മാസമായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ ആ ഒരു സീന് അവിടെ നമുക്ക് കണക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. അവിടെ ആ സീനിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ട, എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ. കാരണം പെട്ടെന്ന് കുറച്ച് സീന് ലാസ്റ്റ് ഇങ്ങനെ കുത്തി തിരികെ വെച്ച പോലെ എനിക്ക് തോന്നി. പക്ഷെ അവരുടെ എൻട്രി ആയാലും അമീർ ഖാൻ്റെ എൻട്രി കാര്യങ്ങളൊക്കെ നൈസായിരുന്നു. ഓവറോൾ നോക്കുകയാണെങ്കിൽ മൂവി സ്ലോ ആയിട്ടുള്ള ഒരു മൂവിയൊന്നുമല്ല, അത്യാവശ്യം നമുക്ക് ഒരു വട്ടം കണ്ടിരിക്കാം. അതിനിപ്പോൾ ആളുകൾക്ക് ഫുള്ള് നമ്മുടെ കൈദി അങ്ങനെയുള്ള മൂവീസ് ഇറങ്ങിയിട്ട് അങ്ങനെയുള്ള കുറച്ചും കൂടെ വെറൈറ്റി മൂവീസാണ് ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം അങ്ങനെയുള്ള എക്സ്പെക്റ്റേഷൻസ് വെച്ച് പോകുന്നത് കൊണ്ടാവും ചിലപ്പോൾ ഇത്രയും നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ടാവുക, റിവ്യൂസ് വന്നിട്ടുണ്ടാവുക. പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് മോശം എന്നൊന്നും പറയാനില്ല, കണ്ടിരിക്കാം.